കലത്തപ്പം നമുക്ക് ഇത്ര രുചിയായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളത്. പച്ചരി നമുക്ക് 1 കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒരു 3 മണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാവേ. കുതിർത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 5 ഏലയ്ക്ക അതിനായിട്ട് കുരുമാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം അരച്ചെടുക്കാം. എന്നിട്ടപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞിട്ട് അതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ശർക്കര ആവശ്യമായിട്ടുണ്ട്. ശർക്കര എടുത്തേക്കുന്ന 1 കപ്പാണ്. 1 കപ്പ് ശർക്കര നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ശർക്കര 1 കപ്പ് ശർക്കരയാണ്. ഇപ്പം ചൂടോട് കൂടി തിളച്ചിരിക്കുന്ന ചൂടോടുകൂടി അരിപ്പൊടി അരിയുടെ നല്ല ചൂടോട് തിളച്ചിരിക്കുന്നതാണ് ചൂടോട് തന്നെ കല്ലും മണ്ണൊക്കെ അരിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ സ്വല്പം കൂടെ അപ്പക്കാരം ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം. അത് നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയും കൂടെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഇട്ട് ഇളക്കണ്ട, താന്നു പോകും. അപ്പം താന്നു പോകാതിരിക്കണം. അപ്പോൾ അതിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുത്ത് നമുക്ക് കലത്തപ്പം റെഡിയാവും. നല്ല ടേസ്റ്റിയാണ്. ചൂടാറിയ ശേഷം മുറിച്ചെടുക്കുക. നല്ല നാരോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഈ രീതിയിൽ നല്ല ടേസ്റ്റിയാണ്. രാവിലെയും കഴിക്കാം, നമുക്ക് അതുപോലെ തന്നെ വൈകുന്നേരം ചായയോടെയും കഴിക്കാം.